ശ്രുതി തരംഗം പദ്ധതിയിലൂടെ കോക്ലിയർ ഇംപ്ലന്റേഷൻ നടത്തിയ കുട്ടികളുടെ തകരാറിലായ ഉപകരണങ്ങൾ പലയിടത്തും മാറ്റി നൽകുന്നില്ല. സാമൂഹ്യ സുരക്ഷാ മിഷൻ സമയബന്ധിതമായ ഉപകരണങ്ങൾ മാറ്റി നൽകാത്തതിനാൽ കേൾവി അറിഞ്ഞ കാതുകൾ വീണ്ടും നിശബ്ദമാവുകയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ കുട്ടികളുടെ ചികിത്സയ്ക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ സാമൂഹ്യ സുരക്ഷാ മിഷന് നൽകുന്ന തുകയും ഉപയോഗിക്കുന്നില്ല. ശ്രുതി തരംഗം സ്വരമധുരമായ അനേകം കാതുകളുണ്ട്. ഇതിൽ ചിലത് ഇപ്പോഴും കേൾക്കുന്നു, എന്നാൽ ചിലത് കാതടപ്പിക്കുകയാണ്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി കഴിഞ്ഞ കുട്ടികളുടെ കേടായ ഉപകരണങ്ങൾ മാറ്റി നൽകുന്നില്ല. സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഉപകരണത്തിൻ്റെ തകരാറുകൾ പരിഹരിച്ചു നൽകേണ്ടത്. അതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാമൂഹ്യ സുരക്ഷാ മിഷനിലേക്ക് എല്ലാ സാമ്പത്തിക വർഷവും തുക ഒടുക്കുന്നുമുണ്ട്. പക്ഷേ തകരാർ പരിഹരിച്ചു കിട്ടുന്നില്ല. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഐബിൻ ഉൾപ്പെടെ പല കുട്ടികൾക്കും സമയബന്ധിതമായി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം. കണ്ണൂർ പയ്യാവൂരിലെ പഴയടത്ത് ഐസക്കിന് ഭാര്യയും 2 മക്കളുമാണ്. 4 പേരും ജന്മനാ കേൾവിശേഷിയില്ലാത്തവർ. മൂത്ത മകൻ 2014 കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കേൾവിശേഷി നേടിയതാണ്. ക്ലാസ്സിലും പൊതുസമൂഹത്തിലും ഒത്തിരി സമ്മാനവും നേടി. 6 മാസം മുൻപ് ഹിയറിംഗ് എയ്ഡ് ഉൾപ്പെടുന്ന ഉപകരണം തകരാറിലായി. ഇതുവരെയും സാമൂഹ്യ സുരക്ഷാ മിഷൻ കേടുപാട് പരിഹരിച്ചു നൽകിയില്ല. ഇതോടെ കുടുംബം പ്രതിസന്ധിയിലാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ ജീവിക്കുന്നേ ഉള്ളൂ. കോടി നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. പോകേണ്ടിയടുത്തൊക്കെ പോകാൻ നല്ല ആരുമില്ല. അവർക്ക് 4 ആൾക്കും കേൾക്കുന്നില്ലല്ലോ. ഇല്ല മോനെ, എല്ലാവരും ഉണ്ട്. ഒരുത്തരല്ല, നാട്ടുകാരും വീട്ടുകാരും എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹായിക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് കൂട്ടുണ്ട്. എന്താവശ്യത്തിന് പറഞ്ഞാലും ഇവരൊക്കെ സഹായിച്ചു തരുന്നുണ്ട്. വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെ വരുന്ന കുടുംബത്തിന് 1,85,000 രൂപ മുടക്കി ഉപകരണം മാറ്റിവെക്കുക അസാധ്യം. ജന്മനാ കേൾക്കാത്ത ഒരാൾക്ക് കേൾവിശക്തി തിരികെ കിട്ടിയിട്ട് അത് വീണ്ടും നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പ്രയാസം ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. നമ്മൾ സംസാരിക്കുന്നതൊന്നും ഈ ചെവിയിൽ മുഴങ്ങുന്നില്ല. ഐബിന് ഇനിയും ഈ ലോകത്തെ കേൾക്കാനുണ്ട്. സംവിധാനം ഒരുക്കേണ്ടത് സർക്കാരാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്. ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.